മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്താണെന്ന് പറയുന്നു. അയാളെ നിലപാട് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാലോ. കേട്ടോളൂ. ഒരു പണ്ഡിതൻ പറഞ്ഞു എന്നുള്ളത് ഇസ്ലാം ദീനിൽ തെളിവല്ല. നദവത്തുൽ മുജാഹിദീന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുക, അതിനെതിരെ ഖുർആനും സുന്നത്തും തെളിവ് തരുന്നുവെങ്കിൽ ആ ജനറൽ സെക്രട്ടറിയുടെ വാക്ക് തള്ളിക്കളയണം എന്നും ഖുർആന്റെ സുന്നത്തിന്റെ തെളിവ് സ്വീകരിക്കണം എന്നുമുള്ളതാണ് സലഫുകളുടെ നിലപാട്, നദവത്തിന്റെ നിലപാട്. അതാണ് ഈ പ്രസ്ഥാനത്തെ മറ്റുള്ളവയിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നതും എന്ന് മനസ്സിലാക്കുക. കണ്ടോ, നദവത്തുൽ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞാലും ഖുർആനും ഹദീസും തെളിവില്ലേ, സ്വീകരിക്കേണ്ട ബാധ്യതല്ല. ഇപ്പൊ എന്താ ആളുകൾ പറഞ്ഞോ, സക്കരിയ സലാഹിനെ പുറത്താക്കിയപ്പോ ഞമ്മളൊന്നല്ലല്ലോ, എപിയും ഡിപിയും ജമിയത്തിലുമല്ലേ, ഓലിപ്പോ എന്തെങ്കിലും തെളിവ് കാണാതെ വെറുതെ പുറത്താക്കോ? എന്തെങ്കിലുമൊക്കെ തെളിവ് ഉണ്ടാവും. ഇതന്നല്ലേ ഇപ്പൊ ഖുറാഫിയും പറയല് അല്ലേ? തെളിവുണ്ടോ നോക്കുന്നില്ല, തെളിവ് ചോദിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല. തെളിവ് ഉണ്ടാവും, വെറുതെ പുറത്താക്കോ എന്നാണ്. ഈ തരത്തിലുള്ള ഒരു അന്ധവിശ്വാസം പണ്ഡിതന്മാരെ കുറിച്ച് അവർ തെറ്റുപറ്റാത്തവരാണ് എന്നൊരു അന്ധവിശ്വാസമാണ് ഇപ്പൊ അവർക്കൊക്കെ ഉള്ളത്. അങ്ങനെയാണ് അക്ബർ സാഹിബ് പറഞ്ഞത്. ഇനി അദ്ദേഹം തന്നെ പ്രോഫ്കോണില് MSMന്റെ കുട്ടികളോട് പറഞ്ഞു കേട്ടോളൂ. മുജാഹിദീൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എപ്പോഴാണ്? ഖുർആനും സുന്നത്തും അനുസരിച്ചവർ പറയുന്നിടത്തോളം കാലമാണ്. നാളെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് നിങ്ങളോട് ഖുർആനിനും സുന്നത്തിനും എതിരെ ഒരു കാര്യം പറഞ്ഞാൽ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിനോട് നിങ്ങൾക്ക് പോകാൻ പറയുക, അവരോട് നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറിപ്പോകാൻ പറയുക, ഖുർആനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വിധേയമായി തമ്മിൽ തർക്കിക്കാനല്ല, മറിച്ച് ഒരു ആദർശത്തിൽ അധിഷ്ഠിതമായി സ്വന്തം ജീവിതത്തെ നയിക്കാനും ആ ആദർശത്തിൽ അധിഷ്ഠിതമായി സ്വന്തം ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനുമാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ആർക്കും പിഴവുകൾ ഉണ്ടായത്. ജമാഅത്ത് ഇസ്ലാമിക്ക് മാത്രമല്ല, ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം സഹാബിമാരുടെ കാലം കഴിഞ്ഞ ശേഷം ഒരുപാട് വ്യതിയാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടായ വ്യതിയാനങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാന കാരണം ഖുർആനെയും സുന്നത്തിനെയും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ സന്നദ്ധമായില്ല എന്നുള്ളതാണ്. അത് നമ്മൾ മാറ്റിവെച്ച് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. ചരിത്രത്തിൽ അവർക്ക് സംഭവിച്ച അപകടങ്ങൾ അവർ തന്നെ ഇന്ന് തിരിച്ചറിയുന്നു. നാം പറയുന്നത് ആ അപകടങ്ങൾക്ക് കാരണം ഖുർആനും സുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്തതാണ് എന്നാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മൾക്ക് അപകടം പറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നാണ്